ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഹെയർ കളർ ചെയ്യാൻ പോവാണ് ഗൈസ്. ഞാൻ ഒറ്റയ്ക്ക് കളർ ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ ഹെയർ ഓൾറെഡി കളർ ചെയ്തതായിരുന്നു. എനിക്ക് പണ്ട് കുറച്ചുകൂടെ ലെങ്ത് കൂടെ വരട്ടുണ്ടായിരുന്നു മുടി. അപ്പോൾ അത് ബ്ലീച്ചൊക്കെ വെച്ച് ചെയ്തായിരുന്നു. ഒരു ബ്ലോണ്ടും ബ്രൗണും കൂടെ ഒക്കെ മിക്സഡ് ആയ കളറായിരുന്നു. എനിക്കെൻ്റെ പേര് മറന്നുപോയി. അങ്ങനെ അത് ഭയങ്കര ലാസ്റ്റ് ആയപ്പോഴേക്ക് ഒരു 1.5 വർഷമൊക്കെ നിന്ന് കളർ അപ്പോഴും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര ഫ്രിസി ആയി ഒരുമാതിരി ചകിരിച്ചോറ് പോലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കളറുള്ള ഭാഗം മൊത്തം ഒന്ന് കട്ട് ചെയ്തു. ഇപ്പം എൻ്റെ തലയിൽ വേറെ കളറൊന്നുമില്ല ഗൈസ്. പിന്നെ ലൈക്ക് ചില ഭാഗത്ത് ചെറിയൊരു ബ്രൗൺ ഉണ്ട്, അല്ലാതെ വേറെയൊക്കെ ലൈക്ക് ബ്ലാക്ക് തന്നെയാണ് ഇപ്പം. അപ്പൊ അങ്ങനെയാണ്. ഞാൻ ഇനി ഇങ്ങനെ ബ്ലീച്ച് ചെയ്യാൻ എനിക്ക് വയ്യ, എനിക്ക് മടുത്തു ഗൈസ്. മുടി അല്ലേലേ ഇല്ല, ഇനിയിപ്പോൾ ഉള്ളതും കൂടെ പോവും. അങ്ങനെ ഞാൻ തപ്പിയത് നിന്നപ്പോഴാണ് എനിക്ക് ഈ പാരഡൈസിന്റെ ഈ കളർ ഞാൻ കണ്ടത്. എൻ്റെ കുറെ റിവ്യൂസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പൊ ഇത് ട്രൈ ചെയ്തോക്കെ വിചാരിച്ചു. അപ്പൊ ഇത് ലൈറ്റ് ബ്രൗൺ ആണ് വരുന്നത്, ഷെയ്ഡ് നെയിം ഹേസൽ ബ്രൗൺ എന്നും. പിന്നെ ഇത് പെർമനന്റ് കളർ അല്ല, ബ്ലീച്ച് വേണ്ടതിന്. അതിൽ എഴുതിയേക്കുന്ന ഒരു 15 to 20 വാഷസ് വരെ സ്റ്റേ ചെയ്യുന്നതാണ് എഴുതിയത്. അതിനുശേഷം എന്തായാലും ഉണ്ടാവില്ല, പോവും. അപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഇത് കാണിക്കുന്ന കളർ ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് കിട്ടുമെന്ന് ആർക്കറിയാം. ഞാനത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ റൂട്ട്സ് ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഭാഗം അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഫുള്ള് വേണ്ട, ഫുള്ള് എന്താവും. ഞാൻ പണ്ട് അങ്ങനെ ചെയ്തത്, ബാല്യാജ് അങ്ങനെ എന്താണ് അതിന്റെ പേര്. അങ്ങനെ ചെയ്യുന്നതിന് അങ്ങനെ ആയിരുന്നു ചെയ്തത്. എന്തായാലും ഇതിനെ കൊണ്ട് വേറെ പ്രശ്നമുണ്ട്, അങ്ങനെ ഫ്രിസൊന്നും ആവില്ല തോന്നുന്നു. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ചെയ്യുന്നതിന്റെ മുന്നേ നമുക്ക് ഈ സ്കാൽപ്പിന്റെ ഫോർഹെഡിന്റെ ഭാഗത്തും ഒന്ന് മോയ്സ്ചറൈസറോ ലോഷനോ എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ആവുന്നതായിരിക്കും ചെയ്യുമ്പോൾ. പിന്നെ ലൈക്ക് ആ കളർ സ്റ്റേ ചെയ്യുമല്ലോ കുറച്ച് കാലമല്ല കുറച്ച് ദിവസം. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തേക്കാം. So let's unbox this. Sorry, let's unbox this. ഒരു മാനുവൽ ഉണ്ട്, ദെൻ ഒരു ബ്രഷ് ഉണ്ട്, പിന്നെ ഇതെന്താ, ക്രീം ഡെവലപ്പർ, ഗ്ലോസി ക്രീം ഡെവലപ്പർ. ഇത് ആക്ച്വലി ഗ്ലോസി ഹെയർ ടിൻറ്റ്, അതാണ് പാരഡൈസിൻ്റെ ഗ്ലോസി ഹെയർ ടിൻറ്റ് സീരീസിലുള്ളതാണ് ഈ ഹേസൽ ബ്രൗൺ. പിന്നെ ഒരു ചെറി കോക്ക് എന്ന് പറഞ്ഞൊരു കളറും കൂടെ ഉണ്ട് തോന്നുന്നു. ആൻഡ് ഇത് കണ്ടീഷണറാണ്. ഇത് കളറിങ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാനുള്ള കണ്ടീഷണർ, ഹെയർ വാഷ് ചെയ്യുമ്പം. ഇത് 2 ആഴ്ചയ്ക്ക് ശേഷം യൂസ് ചെയ്യാനുള്ള കണ്ടീഷണറാണ്. ഇത് ആൻറ്റി ഫെയ്ഡ് ബ്രൗൺ കണ്ടീഷണറാണ്. ഇത് ഫെയ്ഡ് ആവുന്ന കുറയ്ക്കാൻ വേണ്ടിയുള്ള കണ്ടീഷണർ ആയിരിക്കണം. ആൻഡ് ഇത് കളറ് ഗ്ലോസി ഹെയർ ടിൻറ്റ്, ഇതും കളറ്. അമോണിയൊന്നും ഇല്ല ഗൈസ്. ഹൈ ഗ്ലോസ് ആൻഡ് ലസ്ട്രസ് ഷൈൻ എന്നൊക്കെ പറയാം. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കിയിട്ട് എന്താ വരുന്നതെന്ന്. പിന്നെ ഒരു സെറ്റ് ഓഫ് ഗ്ലൗസും ഉണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓ ഗൈസ്, ഞാനിത് കമ്മൽ വെച്ച് കുത്തി പൊട്ടിച്ച പാടെ ഇങ്ങനെ അതിന് തന്നാലെ വന്ന് പുറത്തേക്ക്. ഓക്കെ, ഭയങ്കര ഹാർഡ്. ഈ ബോക്സിലുള്ള ഡെവലപ്പർ. ഓക്കെ, ഇത് എളുപ്പമാണ് ഇടാൻ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോട്ടെ. ഇതൊരു ഫോയിൽ പേപ്പറൊന്നും യൂസ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താവും എന്തോ. ആദ്യം നമുക്ക് ഈ ചെറിയൊരു പോർഷൻ ഇട്ടിട്ട്. ഓക്കെ ഐ സി. എനിക്ക് തോന്നുന്നത് ഒട്ടാതെ കെട്ടി വെക്കുന്നതായിരിക്കും നന്നാവുക, ഒരു സൈഡായിട്ടല്ല. സോ ഈ ഒരു സൈഡാണ് ഗൈസ് ഫസ്റ്റ് എടുത്തത്. ഇതിൽ റൂട്ട്സ് നിന്ന് ഇങ്ങോട്ടേക്ക് ചെയ്തെന്നാണ് പറഞ്ഞത്, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. അയ്യോ, എന്റെ മുഖത്തെ കൈ ഗൈസ്. അതിനെ കുറച്ച് വന്നില്ലെങ്കിൽ ദോഷം തേച്ചിട്ടുണ്ട് ഞാൻ. ആർക്കായി അവിടെ ആവും എന്തോ. ഓക്കെ ഗൈസ്, സോ ഈ ഒരു സെക്ഷൻ തേച്ചു.
സോ ഗൈസ് 2 സെറ്റ് ഓഫ് ഹെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്താവും എനിക്ക് അറിയാൻ പാടില്ല, കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്ന്. സോ ഗൈസ് ഹെയർ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതിന്റെ ശേഷമുള്ളതാണിത്. ഹൈലൈറ്റിംഗ് അല്ല ചെയ്തത്, ഞാൻ ടോട്ടലി ആണ് ചെയ്തത്. ഇനിയിപ്പോൾ ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ളവർക്കാണ് അങ്ങനെ യൂസ് ചെയ്യുക. ഇത് 540 റുപ്പീസിന് എനിക്കിത് കിട്ടി. അതിനെന്തായാലും വേർത്താണ്. സോ പിന്നെ അത്ര ലാസ്റ്റിംഗ് ഒന്നും എന്തായാലും ഉണ്ടാവില്ല. അവർ പറഞ്ഞ പോലെ 15 to 20 വാഷസ് ഒക്കെയാണ്. എന്തായാലും 1 മാസം 2 മാസമൊക്കെ സ്റ്റേ ചെയ്യേണ്ടതാണ്. നമുക്ക് എന്തായാലും നോക്കാം, ഞാൻ നോക്കിയിട്ട് പറയാം. സോ ആഫ്റ്റർ 1 മന്തിന് ശേഷമുള്ള ഒരു ഹെയർ ആണ് ഗൈസ് എൻ്റെത്. ഈ കളറ് ഫെയ്ഡ് ആയിട്ടൊന്നും ഇല്ല. ഐ മീൻ ഫെയ്ഡ് ആയി കളറ്, ബട്ട് കളർ ഉണ്ട് ഇപ്പോഴും. ലൈക്ക് ഇവിടെ ഈ ഫ്രണ്ട് ഭാഗത്ത് അങ്ങനെ കുറേ ലൈക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്ഥലത്തുണ്ട് കളർ. കാരണം ഞാൻ ടോട്ടലി തേച്ചത് കൊണ്ട് തന്നെ കളർ പല സ്ഥലത്തും ഉണ്ട്. പിന്നെ എനിക്ക് ആ ഒരു ഫസ്റ്റ് വന്ന കളറിനേക്കാളും ഇഷ്ടം ഈ ഒരു കളറാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഡൾ ആയതിനു ശേഷമുള്ള കളറാണ് ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടതും. അപ്പം ടോട്ടലി പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് വർത്ത് ആണ്. കാരണം 545 അങ്ങനെ എന്തോരോ വാങ്ങിച്ചത്. അപ്പം എന്തായാലും അതിനെന്തായാലും ഇത് വർത്ത് ആണ്. വേറെ അങ്ങനെ എനിക്ക് ഹെയർ ഡാമേജോ കാര്യങ്ങളൊന്നും എന്തായാലും ഉണ്ടായിട്ടില്ല. ഇത് കാരണം ഹെയർ ഡാമേജോ കാര്യമൊന്നും എന്തായാലും ഉണ്ടായിട്ടില്ല. അപ്പം ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്ന് വെറുതെ ഒരു ആഗ്രഹത്തിനൊക്കെ കളർ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്തോ. ലൈക്ക് വേണ്ടവർ ഈ പ്രൊഡക്റ്റ് അവരുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ചെയ്ത് നോക്ക്. അപ്പം ബൈ ബൈ.